നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അബുദാബി ലുലുവിൽ നിന്നും വൻ തുക തിരിമറി നടത്തി മുങ്ങിയ കണ്ണൂർ സ്വദേശിയായ യുവാവ് അബുദാബി പോലീസിന്റെ പിടിയിലായി. അബുദാബി ഖാലിദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ക്യാഷ് ഓഫീസ് ഇൻചാർജായി ജോലി ചെയ്തു വരികയായിരുന്ന കണ്ണൂർ നാറാത്ത് സുഹ്റ മൻസിലിൽ പൊയ്യക്കൽ പുതിയ പുരയിൽ മുഹമ്മദ് നിയാസിനെയാണ് ഒളിവിൽ കഴിയുന്നതിനിടെ പോലീസ് പിടികൂടിയത്. 1.5 കോടിയോളം രൂപ, അതായത് 6 ലക്ഷം ദിർഹം അപഹരിച്ച് നിയാസ് മുങ്ങിയതായി ലുലു ഗ്രൂപ്പ് അബുദാബി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിന്മേൽ ഉടനടി നടപടിയുണ്ടായതിൽ അബുദാബി പോലീസിന്റെ ജനറൽ കമാൻഡിന് ലുലു അധികൃതർ നന്ദി അറിയിക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരായ സമഗ്രമായ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യം അബുദാബി പോലീസ് ഊന്നി പറഞ്ഞു. പൊതുസുരക്ഷ, സ്വത്ത് സംരക്ഷണം എന്നിവ ഉറപ്പാക്കുമെന്നും അറിയിച്ചു. മാർച്ച് 25-ന് ഉച്ചയ്ക്കുള്ള ഡ്യൂട്ടിക്ക് ഹാജരാകേണ്ടിയിരുന്ന നിയാസിന്റെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ അന്വേഷണം ആരംഭിച്ചത്. മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിയാസ് ജോലി ചെയ്യുന്ന ക്യാഷ് ഓഫീസിൽ നിന്ന് 6 ലക്ഷം ദിർഹം കാണാതായതായി അധികൃതർ കണ്ടെത്തി. തുടർന്ന് ലുലു ഗ്രൂപ്പ് അധികൃതർ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. ക്യാഷ് ഓഫീസിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നിയാസിന്റെ പാസ്പോർട്ട് കമ്പനിയാണ് നിയമപ്രകാരം സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് നിയാസിന് സാധാരണ രീതിയിൽ UAE-യിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ലെന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത് ശരിവെച്ചുകൊണ്ട് എമിറേറ്റിൽ നിന്ന് തന്നെയാണ് ഇയാളെ അബുദാബി പോലീസ് പിടികൂടിയതും. നിയാസ് കഴിഞ്ഞ 15 വർഷമായി ലുലു ഗ്രൂപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു. എറണാകുളം വെണ്ണല ചളിക്കാവട്ടം സ്വദേശിനിയായ ഭാര്യയും 2 കുട്ടികളും അബുദാബിയിൽ ഒപ്പം താമസിച്ചിരുന്നു. എന്നാൽ നിയാസിന്റെ തിരോധാനത്തിന് ശേഷം ഭാര്യയും കുട്ടികളും ആരെയും അറിയിക്കാതെ പെട്ടെന്ന് നാട്ടിലേക്ക് മുങ്ങുകയും ചെയ്തു. എംബസി മുഖാന്തരം നിയാസിനെതിരെ കേരള പോലീസിലും ലുലു ഗ്രൂപ്പ് പരാതി നൽകിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.